ഹായ്, അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? അപ്പൊ ദേ അടുക്കള ആക്കി കൊലിഞ്ഞിട്ടെടുക്കാം. ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ കഴിയാം. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് തന്നെ മക്കൾക്കുള്ള കഞ്ഞി അടിക്കാം കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിന്റെ തുടക്കത്തിലുണ്ടല്ലോ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും അത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നാറുണ്ടാവുമായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആദ്യത്തെ ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ വിചാരിക്കണോ എനിക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബീഫ് ഉപ്പിൽ വെച്ച് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ഉള്ളിയും മുളകും ഇട്ട് താളിച്ചിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് കിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ബാക്കി വേസ്റ്റ് ആയിപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ തൈരിൽ വെറുതെ ഇത്തിരി മഞ്ഞപ്പൊടിയും മുളകൊക്കെ ഇട്ടിട്ടൊന്ന് അത് ഞെരടി എടുത്തിട്ടുണ്ട്. അത് മാത്രം മതിയിട്ട് ചോറിനായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ്. അടിപൊളിയായിരുന്നിട്ട് ഞാൻ എന്നിട്ട് അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി ഇത്തിരി ചോറും കൂടി തിന്നിട്ടോ. അടിപൊളി. അടുത്തതായിട്ട് നമ്മുടെ അടുക്കള ക്ലീനിങ് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി കയറണം. അല്ലെങ്കിൽ ഒരു സാധനം നടക്കില്ല. ക്ലീനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുപ്പത്ത് ഒരു സാധനം ഉണ്ടാവുമല്ലോ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിക്കുള്ളതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലീനിങ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്ര ചെറിയ അടുക്കളയിൽ ഇതിന് മാത്രം ക്ലീൻ ചെയ്യണമെന്ന്. പക്ഷേ ചെറിയ അടുക്കളയായാലും വലിയ അടുക്കളയായാലും എപ്പോഴും നമ്മുടെ അടുക്കള മിക്കപ്പോഴും വൃത്തികേടായിരിക്കും. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് ഞാൻ അപ്പോഴേ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ടയേർഡാവും. മനുഷ്യർ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴാണോ എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ഞാൻ വൃത്തിയാക്കുള്ളൂ കേട്ടോ. ഇവിടെ പഴയ വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് 2 റൂം കൂടി അത്ര വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷെ നമുക്ക് അങ്ങനെ പള്ള റൂമിനേലും വലിയ അടുക്കള പാടില്ലെന്നുണ്ടായിരുന്നു. പക്ഷെ തറവാട് വീടായതുകൊണ്ടും നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോഴായിട്ട് ഇങ്ങനെ ചെറിയ അടുക്കളയൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു വീട് വന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം തോന്നാറുണ്ട് കേട്ടോ. മഴ പെയ്ത് ഞാൻ ചോറണ വീടും വീടിന് ചുറ്റും വെള്ളം അതൊക്കെ ഓർക്കുമ്പോൾ ദൈവമേ ഇവിടം വരെയൊക്കെ എത്തിച്ചല്ലോ എന്നോർത്ത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറേ പേരൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. പിന്നെ അതൊക്കെ പോട്ടെ. അപ്പോൾ അടുക്കളയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം ഇങ്ങനെ കിടന്നോളും. ഇനിയിപ്പോൾ അതിട്ട് പണിയാൻ നിൽക്കണ്ട. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചിങ്ങോട്ട് വാരി കഴിഞ്ഞപ്പോഴേക്കും സംഭവം സെറ്റായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഗൈസ് ബൈ.